മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. റിയാസ് വന്നു പോയതിൽ പിന്നെ നൂറയുടെയും ആദിലയുടെയും സ്വഭാവത്തിൽ ചെറിയ രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആദിലയും നൂറയും നെവിനോട് പോയി മാപ്പ് പറയുകയും അവനുമായിട്ടൊരു കോംപ്രമൈസ് ടോക്കൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെതിരെയുള്ള സംഭാഷണത്തിലാണ് ഇപ്പോൾ അക്ബറും ബിന്നിയും നെവീനും. ബിന്നി നെവീനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ അവളോട് കോംപ്രമൈസിന് തയ്യാറായത്? അവളും ചെയ്തത് തെറ്റ് തന്നെയല്ലേ? ഷാനവാസ് ചെയ്തത് തെറ്റാണെങ്കിൽ ആദിലയും ചെയ്തത് തെറ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ കോംപ്രമൈസിന് വന്നപ്പോൾ നീ എല്ലാം മറന്ന് കോംപ്രമൈസിന് സമ്മതിച്ചതെന്ന്? അതിന് നെവീൻ പറയുന്നത്, ഷാനവാസ് ഇപ്പോഴും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ആദിലയും നൂറയും അങ്ങനെയല്ല. ആദിലയ്ക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൾ എന്നോട് വന്ന് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ അവളോട് ക്ഷമിച്ചു. അവൾ എന്നോട് മാപ്പ് ചോദിച്ചു. എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് നെവീൻ ബിന്നിയോട് പറയുന്നത്, നിങ്ങൾ കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തിയല്ല, കുത്തിത്തിരിപ്പിൻ്റെ ഫാക്ടറിയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നെവീൻ തമാശയ്ക്ക് ബിന്നിയോട് ചോദിക്കുന്നു. അപ്പോൾ ബിന്നി ഒരു ഒപ്പീനിയൻ എന്നതുപോലെ നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നു, ഈ കാര്യത്തെക്കുറിച്ച് അക്ബറിൻ്റെ അഭിപ്രായം എന്താണ്? കാരണം അക്ബറാണ് എനിക്ക് തോന്നുന്നു നെവീന് വേണ്ടി കൂടുതലും അവിടെ വാദിച്ചു നിന്നത്. അപ്പോൾ അക്ബർ പറയുന്നത്, ആദില ചെയ്ത തെറ്റ് റിയലൈസ് ചെയ്തെങ്കിൽ അത് നല്ല കാര്യം എന്ന് കരുതി തെറ്റല്ലാതാവുന്നില്ല. ആദില അങ്ങനെ ഓപ്പൺ നോമിനേഷനിൽ ഇത്രയും ഒരു കാര്യം പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റല്ലാതെയൊന്നും ആവുന്നില്ല. അതിന് റിയലൈസ് ചെയ്തെന്ന് പറഞ്ഞോ മാപ്പ് പറഞ്ഞെന്ന് വിചാരിച്ചോ ഒന്നും ആ തെറ്റ് മറക്കില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള പേടി അവരിലുണ്ട്. അതുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് തന്നെ നിന്നോട് വന്ന് കോംപ്രമൈസ് ടോക്കിന് തയ്യാറായതും നിന്നോട് ക്ഷമ ചോദിച്ചതും. പിന്നെ റിയാസും എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നുവെന്ന് അക്ബർ പറയുന്നു. എന്തായാലും ഒരു കോംപ്രമൈസ് ടോക്ക് നടന്നു എന്ന് കരുതി ആദിലയോട് ക്ഷമിക്കാനൊന്നും നിൽക്കണ്ട. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് എന്ത് ചോദിച്ചാലും ഷാനവാസിനെ പറയുന്നത് പോലെ തന്നെ ആദിലയെ പറയാനും നിനക്ക് അവകാശമുണ്ട്. കാരണം അവളും നിന്നെ വ്യക്തിഹത്യ ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ അക്ബർ പറയുന്നത്. എന്തായാലും അക്ബറിൻ്റെയും ബിന്നിയുടെയും അഭിപ്രായത്തിൽ ആദിലയും തെറ്റുകാരി തന്നെയാണ് ഷാനവാസിനെ പോലെ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.